ബിരിയാണി എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ? സൂപ്പർ സീരിയസ് ആയിട്ട് പറഞ്ഞു കൊള്ളോ? ഹലോ ഗൈസ്, എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? അപ്പൊ ഇന്ന് നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ അങ്ങോട്ട് പോവാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തോണ്ടിരിക്കുവാണ്. നമ്മൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. വീക്കെൻഡ് ആയിട്ട് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞു. സെക്കൻഡ് ബാച്ചിനുള്ള ചിക്കനാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കിനി അരി വേവിക്കാൻ വേണ്ടി വെക്കണം. ഞാനാണെങ്കിൽ ഒരു 4 കപ്പ് അരി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഹോൾ സ്പൈസസ് എടുക്കാം. ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള പട്ട, ഗ്രാമ്പൂ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യും അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഹോൾ സ്പൈസ് ഇട്ട് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് തീ കുറച്ച് വെച്ചേക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിനുശേഷം നമ്മൾ അളന്ന് വെച്ച് വെള്ളമാണ് ഒഴിക്കുന്നത്. ഞാൻ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ചൂടുവെള്ളമാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് നമ്മളുടെ അരി തിളയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും, വെള്ളം തിളയ്ക്കാൻ. അപ്പോൾ ഞാനാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ അരമുറി നാരങ്ങ കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് അരി ആഡ് ചെയ്യണം. ഞാൻ ഓൾറെഡി അരി ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മിച്ചമുള്ള ചിക്കൻ ഫ്രൈ കൂടെ വറുത്ത് മാറ്റാം. ഇപ്പം ഏകദേശം അരി ഒരു 85% ആയിട്ടുണ്ട്. ഒത്തിരി ആവണ്ട, 80% ഒക്കെ കഴിയുമ്പോൾ തന്നെ നമുക്കിത് വാർക്കണം. വാർത്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 പ്ലേറ്റിലായിട്ട് വിതർത്തി വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. നാട്ടിലാണെങ്കിൽ ഫാനിൻ്റെ അടിയിൽ വെച്ചാൽ മതിയായിരിക്കും കേട്ടോ. ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് ചിക്കൻ വെച്ചിട്ട് നമ്മൾ ബിരിയാണിക്കുള്ള സ്പെഷ്യൽ ചിക്കൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ റെസിപ്പി ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സാധാരണ ബിരിയാണിയേക്കാളും ടേസ്റ്റാണ്. നെക്സ്റ്റ് നമ്മൾ ദം ചെയ്യുവാണ്. ചിക്കനും ചോറുമായിട്ട് ലെയർ ആയിട്ട് ഇട്ടിട്ട് അതിന്റെ മേളിൽ കാഷ്യൂസും അതുപോലെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും വെച്ചിട്ട് നമ്മൾ ലെയർ ആയിട്ട് ദം ചെയ്യണം. ഇതിന്റെ കൂട്ടത്തിൽ മല്ലിയിലയും പുതിനയിലയും കൂടെ നമുക്ക് ഇതിന്റെ ഇടയിലായിട്ട് ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിനി പാത്രം വെച്ചിട്ട് മൂടിയിട്ട് സൈഡിൽ മൈദ തേച്ച് അത് ക്ലോസീവാണ്, അതിലുള്ള എയർ ഒന്നും പുറത്ത് പോകാണ്ടിരിക്കാൻ. എന്നിട്ട് നമ്മളൊരു 15 മിനിറ്റ്സ് ദം ചെയ്താൽ മതിയായിരിക്കും. ഓൾറെഡി നമ്മൾ ചോറും അതുപോലെ തന്നെ ചിക്കനൊക്കെ നല്ലപോലെ വെന്തത് കൊണ്ട് 15 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ ഗ്രേവിയിലുള്ള മസാലയും കാര്യങ്ങളൊക്കെ ചോറിലേക്ക് ഇറങ്ങി നന്നായിട്ട് ഫ്ലേവർഫുൾ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഗൈസ്, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കണം. അപ്പൊ ഗൈസ്, നമ്മുടെ ബിരിയാണിയുടെ ദം പൊട്ടിക്കാൻ വേണ്ടിട്ട് പോവാണ്. കാണാൻ എന്തായാലും കുഴപ്പമില്ല, അത്യാവശ്യം ലുക്കൊക്കെ ഉണ്ട്. നമുക്ക് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം ഇവരോട് ചോദിച്ചു നോക്കാം. ഓക്കെ. ഈ പാത്രം ആക്ച്വലി നാട്ടിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. ഇത് 10 ലിറ്റർ കൊള്ളുന്ന പാത്രമാണ്. ഇതെന്തായാലും വേർത്തായിരുന്നു മേടിച്ചത്. ഇത്രയും നമ്മൾ ചോറും ചിക്കനൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും ഫുള്ളും തന്നെ അതിൽ കൊണ്ടു. ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇതെല്ലാം കൂടെ ഇതിൽ ഉൾക്കൊള്ളുമെന്ന്. എന്തായാലും മേടിച്ചത് വെറുതെ ആയില്ല. നമ്മളിത് ബിരിയാണി എല്ലാം പാത്രത്തിലാക്കിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് ആക്ച്വലി നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതായിരുന്നു ഈ വീക്കെൻഡ് വ്ലോഗ്. ഒട്ടും ശരിക്കും പ്രിപ്പയർഡ് ഒന്നും അല്ലായിരുന്നു. നമ്മൾ പുതിയ വീട്ടിലേക്ക് വന്നിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പം നമ്മുടെ കൂടെ ഇന്നുള്ളത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലി ആയിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 2 ഫാമിലീസും ഉണ്ട്. അവർ ട്വിൻസ് ആണ് കേട്ടോ. അവർ മാരേജ് ചെയ്തിരിക്കുന്ന ട്വിൻസിനെ തന്നെയാണ്. അവർ ആദ്യമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയ ബിരിയാണി ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ കുറച്ച് നെർവസ് ആണ്, അതുപോലെ എക്സൈറ്റഡ് ആണ്. നമുക്ക് നോക്കാം. അപ്പൊ ഗൈസ്, നമ്മള് ബിരിയാണി വിളമ്പി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവരുടെ അഭിപ്രായം ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. എല്ലാരും ഒരു ഹായ് പറഞ്ഞേ. ഹായ്, ഹലോ. ബിരിയാണി എങ്ങനെയാണ്? ഇഷ്ടപ്പെട്ടോ? സൂപ്പർ സീരിയസ് ആയിട്ട് പറഞ്ഞു കൊള്ളോ? നല്ലതാണ്. ബിരിയാണി വളരെ സൂപ്പറാണ്. അടുത്ത തവണ വീണ്ടും ഞങ്ങൾ ക്ഷണിക്കാൻ ഓക്കെ, താങ്ക് യു. ബിരിയാണി മാറ്റി പിടിക്കാൻ അടുത്ത തവണ. ബൈ. അപ്പൊ ശരി, ഒരു 6:30 എല്ലാരും വീട്ടിൽ വന്നതാണ്. വീട്ടിലോട്ട് തിരിച്ചു പോയപ്പോ 12 മണി ഏകദേശം ആകാറായി. ഒത്തിരി നേരം സംസാരിച്ചിരുന്നു. സമയം പോയത് അറിഞ്ഞതേ ഇല്ല. ദൈവത്തിന് ഒരുപാട് നന്ദി. അപ്പൊ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ കുട്ടി വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈബ് കണ്ട ബെല്ലൈക്കൺ ടപ്പ് ചെയ്ത് അടിച്ചുപിടിക്കുക. അവർക്കിടയിലെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ, ആൻഡ് ദിസ് അന്നു സൈനിങ് ഓഫ്.